ശ്വാസകോശ സംബന്ധമായ രോഗചികിത്സയിൽ പുതുചരിത്രം തീർത്ത് കണ്ണൂർ ആസ്റ്റർ മിംസ്. ശ്വാസനാളം അടഞ്ഞുപോയ 3.5 മാസം പ്രായമായ കുഞ്ഞിന് ബ്രോങ്കോസ്കോപ്പിയിലൂടെ പുതുജീവൻ നൽകി മിംസ് പൾമണോളജി വിഭാഗം ഡോക്ടർമാർ. പാനൂർ പുത്തൂർ സ്വദേശിയായ കുഞ്ഞിനാണ് ശസ്ത്രക്രിയയില്ലാതെ രോഗം ഭേദമായതെന്ന് ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ അറിയിച്ചു. ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കുന്നതിനും വേണ്ടി ആസ്റ്റർ മിംസിൽ ട്രക്കിയ ക്ലിനിക്കും പ്രവർത്തനം ആരംഭിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്വാസകോശത്തിലെ പ്രധാന നാളിയായ ട്രക്കിയ ചുരുങ്ങിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ 3.5 മാസം മാത്രം പ്രായമുള്ള പാനൂർ പുത്തൂർ സ്വദേശിയായ കുഞ്ഞിന്റെ ജീവനാണ് കണ്ണൂർ ആസ്റ്റർ മിംസിൽ വെച്ച് ബ്രോങ്കോസ്കോപ്പിയിലൂടെ രക്ഷിച്ചെടുത്തത്. സാധാരണഗതിയിൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന സാഹചര്യത്തെയാണ് ശസ്ത്രക്രിയയില്ലാതെ അതിജീവിക്കുവാൻ കണ്ണൂർ ആസ്റ്റർ മിംസിലെ പൾമണോളജി വിഭാഗം ഡോക്ടർമാർക്ക് സാധിച്ചത്. ഈ കുട്ടിയെ മാനേജ് ചെയ്യുന്നതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഭാരം കുറവാണ്. അയാളൊരു ഫ്രീഡമായിട്ട് ജനിച്ച കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർജറി പോലെയുള്ള കാര്യങ്ങൾ അയാൾക്ക് ടോളറേറ്റ് ചെയ്യാൻ താങ്ങാൻ വേണ്ടിയിട്ടുള്ള കഴിവ് കുറച്ചും കൂടെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഒരു ഇന്റർവെൻഷൻ പൾമണോളജി, സർജറി ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യാതെ എങ്ങനെ കുട്ടിയെ ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ അവിനാശ് മുരുകൻ അതുപോലെ ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണനുമായിട്ട് ഈ കേസിനെ കുറിച്ച് സംസാരിക്കുകയും തുടർന്ന് ഞങ്ങളുടെ ഡിസ്കഷനിൽ നിന്നാണ് ബാക്കി നമ്മൾ ഇതുപോലെയുള്ള ഇന്റർവെൻഷൻ ചെയ്ത് നോക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് വരികയും ചെയ്തത്. ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ സാഹചര്യത്തിലായിരുന്നു കുഞ്ഞ് ആദ്യമായി ചികിത്സ തേടിയെത്തിയത്. വെന്റിലേറ്റർ പിന്തുണ ഉൾപ്പെടെ ആവശ്യമായി വന്ന കുഞ്ഞിന് 1 മാസത്തോളം ചികിത്സ അനിവാര്യമായി വന്നു. തുടർന്ന് അസുഖം ഭേദമായി ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു. എന്നാൽ പിന്നീട് കുഞ്ഞിന് ശ്വാസതടസ്സവും ശ്വസിക്കുമ്പോൾ കുറുകലും ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല മുലയൂട്ടുമ്പോൾ കുഞ്ഞിന് നീലനിറമാകുന്നതും മാതാവ് ശ്രദ്ധിച്ചു. ഈ അവസ്ഥയിലാണ് കുഞ്ഞിനെ വീണ്ടും കണ്ണൂർ ആസ്റ്റർ മിംസിൽ എത്തിച്ചത്. വിശദ പരിശോധനയിൽ ശ്വാസനാളം ചുരുങ്ങിയതായി മനസ്സിലാക്കി. ന്യൂമോണിയയുടെ പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ് ഈ അവസ്ഥ. അതീവ ഗുരുതരമായ ഈ സാഹചര്യത്തെ അതിജീവിക്കുവാൻ ശസ്ത്രക്രിയയാണ് പ്രധാന മാർഗം. എന്നാൽ 3 മാസം മാത്രം പ്രായമുള്ളതിനാൽ ശസ്ത്രക്രിയ ഒഴിവാക്കി ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ പൾമണോളജി വിഭാഗം ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. ബ്രോങ്കോസ്കോപ്പിക്ക് ശേഷം കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ഡിസ്ചാർജ് ചെയ്തത്. നയിച്ചപ്പോഴത്തേക്ക് നമുക്കൊരു MDG മീറ്റിംഗ് തന്നെ വേണ്ടി വന്നു. അതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻവോൾവ് ആണ്, എസ്പെഷ്യലി അവർ അനസ്തേഷ്യ ടീം. കാരണം ഈ നമ്മളെല്ലാവരും സെയിം എയർവേ ആണ് ഷെയർ ചെയ്ത് പ്രൊസീജിയർ ചെയ്യുക. എന്നുവെച്ചാൽ സെയിം സമയത്ത് കുട്ടിക്ക് ഓക്സിജൻ കൊടുക്കാൻ പറ്റണം, സെയിം സമയത്ത് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് പാസ് ചെയ്യാൻ പറ്റണം. അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു. ബേസിക്കലി ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ കുട്ടി ഏകദേശം ഒരു മോർ ദാൻ ഒരു 90% സിംറ്റമാറ്റിക്കലി ബെറ്ററായി. സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞു, അതും കഴിഞ്ഞപ്പോൾ തേർഡ് സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിയർലി ഫുൾ ക്യൂർ എന്ന് തന്നെ പറയാം. ഇപ്പോൾ 2 days ബാക്ക് കുട്ടി ഒപ്പിൽ വന്നിരുന്നു, ഡൂയിങ് ഗുഡാണ്. ഇന്റർവെൻഷണൽ പൾമണോളജി വിഭാഗം ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ, ഡോക്ടർ അവിനാശ് മുരുകൻ, തെറാസിക് സർജറി വിഭാഗം ഡോക്ടർ ദിൻരാജ്, നിയോനറ്റോളജി വിഭാഗം ഡോക്ടർ ഗോകുൽദാസ്, ENT വിഭാഗം ഡോക്ടർ മനു തുടങ്ങിയവർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകി. ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കുന്നതിനും വേണ്ടി കണ്ണൂർ ആസ്റ്റർ മിംസിൽ ട്രക്കിയ ക്ലിനിക്കും പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഡോക്ടർ ശ്രീജിത്ത് MO, ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ, ഡോക്ടർ അവിനാശ് മുരുകൻ, ഡോക്ടർമാരായ ദിൻരാജ്, ഗോകുൽദാസ്, ആസ്റ്റർ മിംസ് AGM ഓപ്പറേഷൻസ് വിപിൻ ജോർജ്, ഡെപ്യൂട്ടി CMS ഡോക്ടർ അമിത് ശ്രീധരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.